ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ വീണ്ടും ചർച്ചയാക്കാൻ ബി.ജെ.പി. മണ്ഡല പുനർനിർണയ ബില്ല് വീണ്ടും കൊണ്ടുവരാനും ആലോചന. ഈ വിഷയങ്ങളിൽ DMK-യുമായി സർക്കാർ അനൗദ്യോഗിക ചർച്ചകൾ നടത്തുന്നതായും റിപ്പോർട്ട്. TMC-യിൽ പിളർപ്പുണ്ടാകുമെന്നും ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷ മുന്നണിയിലെ ഭിന്നത മുതലെടുത്ത് ബില്ല് പാസാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിയമനിർമ്മാണം നടത്താനാണ് നീക്കം. 2026 ഭരണഘടന ബില്ല് പാസാക്കാനുള്ള ശ്രമം ഏപ്രിലിൽ ലോക്സഭയിൽ ആവശ്യമായ 3/2 ഭൂരിപക്ഷത്തിൽ ലഭിക്കാത്തതിനെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ ഡീലിമിറ്റേഷൻ ബിൽ തയ്യാറാക്കുകയാണെന്നും സൂചനയുണ്ട്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബില്ല് വീണ്ടും ചർച്ചയാക്കാനൊരു തീരുമാനത്തിലാണ് ബി.ജെ.പി. മണ്ഡല പുനർനിർണയ ബില്ല് വീണ്ടും കൊണ്ടുവരാനും ഒരു ആലോചനയൊക്കെ തുടങ്ങുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ DMK-യുമായി സർക്കാർ അനൗദ്യോഗിക ചർച്ചകളൊക്കെ നടത്തുന്നതായൊക്കെ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. TMC-യിൽ പിളർപ്പുണ്ടാകുമെന്നും ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നു. അതേസമയം തന്നെ പ്രതിപക്ഷ മുന്നണിയിലെ ഭിന്നത മുതലെടുത്ത് ബില്ല് പാസാക്കാനും ബി.ജെ.പി. ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിയമനിർമ്മാണം നടത്താനാണ് ഇപ്പോൾ ബി.ജെ.പി. നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2026 ഭരണഘടന 131 ഭേദഗതി പ്രകാരം ബില്ല് പാസാക്കാനുള്ള ശ്രമം ഏപ്രിൽ ലോക്സഭയിൽ ആവശ്യമായ 3/2 ഭൂരിപക്ഷത്തിൽ ലഭിക്കാത്തതിനെ തുടർന്ന് പരാജയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ ഡീലിമിറ്റേഷൻ ബില്ല് തയ്യാറാക്കുകയാണ് എന്നൊരു സൂചനയൊക്കെ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബില്ല്, അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് വീണ്ടും ചർച്ചയാക്കുകയാണ്. വീണ്ടും മണ്ഡല പുനർനിർണയ ബില്ല് വീണ്ടും കൊണ്ടുവരാനാണ് ബി.ജെ.പിയുടെ ആലോചന.